തിരുവോണത്തിന് മുന്നേ വീടൊരുക്കുന്ന ചിട്ട പതിവുണ്ട്. പ്രാദേശികമായി ഓണം വരുത്തുക എന്നാണ് പറയുക. അതിൽ പ്രധാനമാണ് വീടിന് ചുറ്റുമുള്ള മുറ്റവും പറമ്പും കളകളൊക്കെ നീക്കി വൃത്തിയാക്കുന്നത്. വാസ്തുപരമായി ചില വസ്തുക്കൾ ഒഴിവാക്കുന്നത് നന്ന്. വീടിൻ്റെ തറഭിത്തിയോട് ചേർന്ന് ചൂൽ, മരക്കഷ്ണങ്ങൾ, ഇഷ്ടിക, ടൈൽ മുറികൾ, മണൽച്ചാക്കുകൾ എന്നിവ ഉണ്ടെങ്കിൽ ഉടൻ മാറ്റണം. റോസാച്ചെടി ഒഴികെ മുള്ളുള്ള ചെടികൾ വീട്ടിൽ നട്ടു വളർത്തുന്നത് പ്രതികൂല ഊർജത്തിന് കാരണമാകും. ഉണങ്ങിയ ചെടികൾ പിഴുതു മാറ്റുക. വാതിലിൻ്റെയും ജനലിൻ്റെയും അലമാരയുടെയും കുറ്റിയും കൊളുത്തും ശരിക്ക് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഉടനടി മാറ്റണം. കേടായതും പൊട്ടിയതുമായ വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടില്ല. എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും പൊട്ടിയ വസ്തുക്കൾ ഉപേക്ഷിക്കുന്നതാണ് നന്ന്. പൈപ്പിൽ നിന്നും വെള്ളം ഇറ്റിറ്റ് വീഴാൻ പാടില്ല. പുതിയ ടാപ്പ് പിടിപ്പിക്കുക. പൈപ്പുകൾ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നന്നാക്കാൻ ഉപേക്ഷ വിചാരിക്കരുത്. വീടിൻ്റെ വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഭാഗം ഒരിക്കലും അലങ്കോലമായി കിടക്കാൻ ഇടയാവരുത്. വീടിൻ്റെ മധ്യഭാഗത്താണ് ബ്രഹ്മസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഈ ഭാഗം എപ്പോഴും ഒഴിച്ചിടണം എന്നാണ് വാസ്തുശാസ്ത്ര വിധി. മാറാലകൾ നീക്കം ചെയ്യുക. വീട് തുടച്ച് വൃത്തിയാക്കാൻ ഒരുക്കുന്ന വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ചേർത്ത് തുടക്കാം. ഇത് വീടിനുള്ളിൽ അനുകൂല ഊർജം സൃഷ്ടിക്കും. വീടിൻ്റെ ഏറ്റവും പ്രധാന ഭാഗമാണ് പ്രധാന വാതിൽ. പ്രധാന വാതിലിനുണ്ടാകുന്ന ഏതൊരു അശുദ്ധിയും ആ വീട്ടിൽ ജീവിക്കുന്നവരെ കാര്യമായി ബാധിക്കും എന്നാണ് വിശ്വാസം. അതിനാൽ സുഗന്ധവസ്തുക്കളായ പനിനീർ, മഞ്ഞൾ എന്നിവയിലേതെങ്കിലും വെള്ളത്തിൽ കലർത്തി പ്രധാന വാതിൽ തുടച്ചു വൃത്തിയാക്കി വെക്കാം. മുഷിഞ്ഞ ചവിട്ടികൾ മാറ്റുക. പ്രത്യേകിച്ച് പ്രധാന വാതിലിനടുത്ത് പുതിയ ചവിട്ടികൾ ഇടാൻ ശ്രദ്ധിക്കുക.